മജ്‌ലിസുൽ ജഅഫരിയ്യ സമാരംഭം കുറിക്കുന്നു. പ്രഗത്ഭ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഷാഫി ബാക്കവി ചാലിയും സമ്മേളനം ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നു. ഉസ്താദിന് ആദരപൂർവ്വം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم. لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. കുറച്ച് മോണിറ്റർ കൊടുത്തോളൂ. മോണിറ്റർ വളരെ ആദരവും ബഹുമാനവും നിറഞ്ഞ സാദാത്തുക്കൾ ഈ മഹത്തായ പരിപാടി സാരവത്തായ ഉപദേശം നൽകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ വന്യരായ മുസ്തഫ സഖാഫി തന്നല ഉസ്താദ് അവർകൾ ഈ മഹത്തായ പ്രദേശവും പള്ളിയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഖതീബ് ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ, സംഘടനാ നേതാക്കൾ, എന്റെ കൂടെ ഇവിടെ എത്തിയ എന്റെ മാന്യ സുഹൃത്തും കോൺഗ്രസ് പാർട്ടിയുടെ വലിയ നേതാവും വടകര MP ഷാഫി സാഹിബ് MP-യുടെ ഷാഫി പറമ്പിൽ അവരുടെ സഹോദരനും കൂടിയായ താഹിർ ഉസ്താദ് പട്ടാമ്പി അവർകൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ മാന്യ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്‌ലിസ് എല്ലാ അർത്ഥത്തിലും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പ്രദേശത്ത് നിന്ന് വിട പറഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെല്ലാവരും കിടക്കുന്ന മണ്ണറ അല്ലാഹു പൊന്നറയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ ഈ സ്ഥാപനങ്ങൾക്കും നമ്മുടെ ഈ പ്രദേശത്തിനും ഈ മഹത്തായ പള്ളി സംവിധാനങ്ങൾക്കും ആത്മീയമായ നേതൃത്വം നൽകുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സയ്യിദ്
സഹിൽ തങ്ങൾ അൽ അംജദി അൽ ഹൈദറൂസി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ പ്രിയപ്പെട്ട പിതാവ് ജഅഫർ കോയ തങ്ങളുടെ നാമധേയത്തിലാണ് ഈ മഹത്തായ സമ്മേളന നഗരി സംവിധാനിച്ചത്. ആ പിതാവ് ജഅഫർ കോയ സയ്യിദ് അവറുകളുടെ ഖബർ അല്ലാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്താക്കി തരുമാറാകട്ടെ. ആമീൻ. ബഹുമാനികളെ, ഒരു സുദീർഘമായ ഭാഷണം ഇപ്പോൾ ഭൂഷണമല്ല എന്നെനിക്കറിയാം. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അഭിവന്ദരായ മുസ്തഫ സഖാഫിയുടെ ബൃഹത്തായ പ്രഭാഷണത്തിന് വേണ്ടിയാണ്. ഒരാമുഖം എന്ന നിലക്ക്, ഉദ്ഘാടനം എന്ന നിലക്ക് വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്താബ്ദം 632 ജൂൺ മാസം 8-ാം തീയതി റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച രാവിലെ ഒരു 9 മണി 10 മണി സമയത്തോടുകൂടെയാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഫർ മാസം അവസാനത്തെ ബുധനാഴ്ച ആരംഭിച്ച ശക്തമായ പനി കാരണം ഒരു 10-11ഓളം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ ജമാഅത്തിന് വരാൻ സാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശക്തമായ പനിയാണ്. പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ സാധിക്കാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ 12-നാണ് വഫാത്താകുന്നത് എങ്കിൽ കൃത്യമായി പറഞ്ഞാൽ തലേ ദിവസം ഞായറാഴ്ച രാവിലെ സ്വഹാബാക്കളെ മുഴുവനും വിളിച്ചുകൂട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബാക്കളെ, എന്റെ ശരീരം ഒന്നാകെ വേദനിക്കുകയാണ്. അടിമുതൽ മുടി വരെ എന്റെ എല്ലാ ഭാഗങ്ങളും എനിക്ക് ശക്തമായി വേദന അനുഭവപ്പെടുകയാണ്. എഴുന്നേറ്റ് ഇരിക്കാനോ നടക്കാനോ എനിക്ക് സാധിക്കുന്നില്ല. ഖൈബർ യുദ്ധവേളയിൽ ഒരു ജൂത പെണ്ണ് അവളെ വീട്ടിലേക്ക് എന്നെ സൽക്കരിച്ചിരുന്നു. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ആ ജൂത പെണ്ണിന്റെ വീട്ടിലേക്ക് ചെന്ന എനിക്ക് വിഷത്തിൽ കലർത്തപ്പെട്ടിരിക്കുന്ന മാംസം നൽകിയപ്പോൾ അതിൽ വിഷമുണ്ടെന്നറിയാതെ ആ മാംസം ഞാൻ വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട്, ഓ നബിയേ, ആ മാംസം കഴിക്കരുത്, ആ മാംസത്തിൽ വിഷമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തുപ്പിക്കളഞ്ഞു. പക്ഷേ ഏതാനും ഭാഗം ഞാൻ ഇറക്കിപ്പോയിരുന്നു. അതിന്റെ ചില പ്രയാസങ്ങളെ കൊണ്ടാകാം എന്റെ ശരീരം ആസകലം വേദനിക്കുകയാണ്. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ മദീനയിലെ 7 കിണറുകളിൽ നിന്ന് നിങ്ങൾ എനിക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരണം. 7 കിണറുകളിലെ വെള്ളം ശേഖരിച്ച് ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ എനിക്ക് സുഖപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്വഹാബത്ത് ഓടിച്ചെല്ലുകയാണ്. മദീനയിലെ 7 കിണറുകളിൽ നിന്ന് സ്വഹാബത്ത് വെള്ളം ശേഖരിക്കുകയാണ്. മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്തുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൈമൂന ബീവിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ഈ 7 കിണറുകളിലെ വെള്ളം ശേഖരിച്ച ആ വെള്ളം മിക്സ് ചെയ്ത് ആ വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിക്കുകയാണ്. കുളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്പം ക്ഷീണം മാറിയ പോലെ തോന്നുകയാണ്. പള്ളിയിൽ നിന്ന് അപ്പോഴേക്ക് ളുഹറിന്റെ ബാങ്ക് വിളിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ജമാഅത്തിന് പള്ളിയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ വേണ്ടി വുളൂ ചെയ്ത് ഡ്രസ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവിടത്തേക്ക് ബോധക്ഷയമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അല്പം പ്രയാസത്തിലായി ഇരുന്നു പോയി. സ്വഹാബത്ത് താങ്ങിപ്പിടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കിടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ബോധം തെളിഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ പള്ളിയിലേക്ക് ജമാഅത്തിനുണ്ടെന്ന് പറഞ്ഞു. നബി തങ്ങൾ വീണ്ടും ജമാഅത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. നബി തങ്ങൾ വുളൂ ചെയ്യുകയാണ്. ജമാഅത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വീണ്ടും ബോധക്ഷയമുണ്ടാവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ 3 തവണ ബോധക്ഷയമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ ജമാഅത്ത് ആരംഭിച്ചോളൂ. സിദ്ദീഖ് തങ്ങൾ തന്നെ ഇമാമായി നിന്നുകൊണ്ട് പള്ളിയിൽ ജമാഅത്ത് നടക്കണമെന്ന് പറഞ്ഞു. പള്ളിയിൽ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 സ്വഹാബാക്കളുടെ സഹായത്തോടുകൂടെ പള്ളിയിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രയാസപ്പെട്ട് നടക്കാൻ കഴിയാതെ, ശരിയായി കാല് താഴെ കുത്താൻ സാധിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് വേച്ച് വന്നപ്പോൾ ഇമാം നിന്നിരുന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പതുക്കെ പുറകോട്ട് മാറുകയാണ്. ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും വിശാലമായി കടക്കുന്നില്ല. എന്തിനാണ് പുറകോട്ട് മാറിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൊണ്ട് ഇശാറത്താക്കി പറഞ്ഞിട്ടുണ്ട്, പിന്നിലോട്ട് മാറരുത്, ഇമാം നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിദ്ദീഖ് തങ്ങൾ അതൊന്നും കേൾക്കാത്തതുപോലെ കാണാത്തതുപോലെ സിദ്ദീഖ് തങ്ങൾ പുറകിലോട്ട് മാറുകയാണ്. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വിശാലമായി കടക്കുന്നില്ല. ആ ജമാഅത്ത് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ മിമ്പറിന്റെ മേലെ പ്രസംഗിക്കാൻ കയറാറുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മിമ്പറിന്റെ മേലെ കയറാൻ സാധിക്കാത്ത നബി തങ്ങൾ മിമ്പറിന്റെ താഴെ സ്റ്റെപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പ്രസംഗിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന അൻ യുതിയഹു മിൻ സഹറത്തി ദുനിയ മാ ശാഅ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗം ആരംഭിച്ചു. ഓ സ്വഹാബാക്കളെ, ഒരു അടിമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇഷ്ടം പറയേണ്ടത്? ഈ ഭൂമി ലോകത്ത് കുറെ കാലം ജീവിച്ച് ഈ ഭൂമി ലോകത്തിന്റെ അത്ഭുതങ്ങളും സൗന്ദര്യങ്ങളും എല്ലാം ആസ്വദിച്ച് കുറെ കാലം ഭൂമി ലോകത്ത് ജീവിക്കണമെങ്കിൽ അങ്ങനെ സൗകര്യം ചെയ്തു തരാം, അതാണോ താല്പര്യം? അതല്ല, പെട്ടെന്ന് അല്ലാഹുവിലേക്ക് എത്തിച്ചേർന്ന് അല്ലാഹുവിന്റെ ലിഖാഉം സ്വർഗവും അതിലെ പ്രവേശനവും ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്താണ് ഇഷ്ടമെന്ന് ഒരു അടിമയോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫഖ്താറ മാ ഇൻദഹു. ആ അടിമ അല്ലാഹുവിന്റെ അരികിലേക്കുള്ള പ്രവേശനത്തെയും അല്ലാഹുവിന്റെ ലിഖാഇനെയും സ്വർഗപ്രവേശനത്തെയും ആ അടിമ തെരഞ്ഞെടുത്തിട്ടുണ്ട് സ്വഹാബത്തെ എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, മദീന പള്ളിയിൽ നിന്ന് എല്ലാവരും സന്തോഷിക്കുകയാണ്. 10-11 ദിവസക്കാലം മദീന പള്ളിയിൽ ജമാഅത്തിന് വന്നിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വന്നു എന്ന് മാത്രമല്ല, സിദ്ദീഖ് തങ്ങൾ പുറകിലോട്ട് മാറിയപ്പോൾ നബി തങ്ങൾ മുന്നിലോട്ട് കയറി നിന്നിട്ട് ഇരുന്ന് ഇമാമായി നിസ്കരിച്ചു എന്ന് മാത്രമല്ല, നിസ്കാരത്തിന് ശേഷം മിമ്പറിന്റെ മേലെ ഇരുന്നു കൊണ്ട് നബി തങ്ങൾ പ്രസംഗിക്കുകയാണല്ലോ. നബി തങ്ങൾ തിരിച്ചു വന്നല്ലോ, നബി തങ്ങൾ നമ്മോട് പ്രസംഗിക്കുകയാണല്ലോ. എന്താ സന്തോഷത്തോടെ
എല്ലാവരും നബി തങ്ങളുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മദീന പള്ളിയുടെ ഒരു മൂലയിൽ നിന്ന് ഒരു കുഞ്ഞി കരയുന്ന പോലെ ഏങ്ങി ഏങ്ങി കരയുന്നൊരു ശബ്ദം കേൾക്കുകയാണ്. എല്ലാവരും ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചപ്പോൾ ആരാണ് കരയുന്നത്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് തങ്ങൾ എന്തിനാണ് കരയുന്നത്? സ്വഹാബത്ത് ഒന്നാകെ ആശ്ചര്യത്തോടെ നോക്കുകയാണ്. ഓ സിദ്ദീഖ് തങ്ങളെ, നബി തങ്ങൾ പള്ളിയിൽ വന്നു, നബി തങ്ങൾ നമുക്ക് ഇമാമായി നിന്ന് നിസ്കരിച്ചു, നബി തങ്ങൾ നമുക്ക് പ്രസംഗിച്ചു തരുന്നു. സന്തോഷിക്കേണ്ടതിന് പകരം സിദ്ദീഖ് തങ്ങളെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? സ്വഹാബത്ത് ചോദിക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, സ്വഹാബാക്കളെ, നബി തങ്ങൾ ആ പറഞ്ഞ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ? നബി തങ്ങൾ എങ്ങനെയാണ് പ്രസംഗം ആരംഭിച്ചത്? ഒരു അടിമയോട് അല്ലാഹു തആല ഇഷ്ടം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഭൂമി ലോകത്ത് കുറെ കാലം ജീവിക്കണം എന്നാണോ? എങ്കിൽ അങ്ങനെ അങ്ങ് സൗകര്യപ്പെടുത്തി തരാം. അതല്ല, പെട്ടെന്ന് അല്ലാഹുവിലേക്ക് വന്ന് അല്ലാഹുവിനെ കാണാനും സ്വർഗത്തിൽ പ്രവേശിക്കാനുമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനും സൗകര്യപ്പെടുത്തി തരാം. അടിമയോട് ഇഷ്ടം പറയാൻ പറഞ്ഞപ്പോൾ ആ അടിമ അല്ലാഹുവിനെ കണ്ടുമുട്ടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഇഷ്ടം അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അടിമ ആരാണെന്നറിയോ? ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് ലോകത്തോട് വിട പറയുകയാണ്, നമ്മോട് അനുമതി ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിന് അപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. സ്വഹാബത്ത് കരയാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സ്വഹാബാ, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഒരു കാലത്ത് നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞവരാണ്, ഒരു കാലത്ത് നിങ്ങൾ എന്നെ കൂക്കി വിളിച്ചവരാണ്, ഒരു കാലത്ത് നിങ്ങൾ എന്നെ പരിഹസിച്ചവരാണ്, ഒരു കാലത്ത് നിങ്ങൾ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ എന്റെ കഴുത്തിൽ ചാർത്തിയവരാണ്, ഒരു കാലത്ത് നിങ്ങൾ എന്നെ ഭ്രാന്തനെന്ന് വിളിച്ചവരാണ്, ഒരു കാലത്ത് നിങ്ങൾ എന്നെ ഈ മക്കയിൽ നിന്ന് ഈ നാട്ടിലേക്ക് നാടുകടത്തിയവരാണ്. എന്തേ നിങ്ങളിപ്പോ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബാക്കളെ വിളിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു, സ്വഹാബാ, ഞാൻ എത്രയാ കഷ്ടപ്പെട്ടത് എന്നറിയോ? നിങ്ങൾ എന്നെ എത്രയാ കഷ്ടപ്പെടുത്തിയത് എന്നറിയോ? ഒരു കാലത്ത് നിങ്ങൾക്ക് എന്നെ അറിയില്ലായിരുന്നു, ഞാൻ മുന്നോട്ട് വെക്കുന്ന എന്റെ ആദർശം അറിയില്ലായിരുന്നു, എന്റെ ആശയം അറിയില്ലായിരുന്നു, നിങ്ങൾക്ക് എന്നെ പരിചയമില്ലായിരുന്നു, നിങ്ങൾ എന്നെ ദൂരെ നിന്ന് കണ്ടു എന്നല്ലാതെ വ്യക്തിപരമായ പരിചയം നിങ്ങൾക്ക് എന്നോട് ഇല്ലായിരുന്നു. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ നിങ്ങൾ പഠിച്ചില്ലായിരുന്നു. ആ കാലത്ത് നിങ്ങൾ എന്റെ ശത്രുക്കളായിരുന്നു. അതേ സമയത്ത് പിൽക്കാലത്ത് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായപ്പോ, എന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായപ്പോ, എന്നോട് അടുത്തങ്ങ് ഇടപഴകിയപ്പോ, എന്റെ ആദർശവും എന്റെ ആശയവും എന്താണെന്ന് അറിഞ്ഞപ്പോ, അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ എന്റെ മിത്രങ്ങളായി മാറിയതാണ്, ഇസ്ലാമിന്റെ മിത്രങ്ങളായി മാറിയതാണ്, ഖുർആനിന്റെ ആളുകളായി മാറിയതാണ്. സ്വഹാബാ, എന്നെ നിങ്ങൾ കൂക്കി വിളിച്ചവരല്ലയോ, നിങ്ങൾ എന്നെ കല്ലെടുത്തെറിഞ്ഞവരല്ലയോ? ഇതാ മക്കയിൽ നിന്ന് പ്രബോധനത്തിന് വേണ്ടി
ത്വായിഫാകുന്ന എന്റെ ഉമ്മാന്റെ കുടുംബക്കാര് ജീവിക്കുന്ന, എന്റെ അമ്മാവന്മാര് ജീവിക്കുന്ന ത്വായിഫിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി ഞാൻ ചെന്നപ്പോ ത്വായിഫുകാരെന്നെ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ത്വായിഫുകാര് പറഞ്ഞു, മുഹമ്മദേ വല്ലാഹി ലൗ കല്ലാ ഉകല്ലിമുക, നീ ഒരു വാക്ക് ഇങ്ങോട്ട് മിണ്ടരുത്, നിന്നോട് ഞങ്ങളൊന്നും അങ്ങോട്ട് സംസാരിക്കുകയില്ല. നിങ്ങൾ നീ അല്ലാഹനെ പറയണ്ട, നീ ഒന്നും ഞങ്ങളോട് പറയണ്ട എന്ന് പരിഹാസ രൂപത്തിൽ എന്നോട് പറഞ്ഞു എന്ന് മാത്രമല്ല, കുടുംബ വീട്ടിലേക്ക് എന്നെ കയറ്റിയില്ല. ഞാൻ ചെയ്ത തെറ്റെന്താണ്? അല്ലാഹുവിനെ പറഞ്ഞു കൊടുത്തതാണ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന് പറഞ്ഞതാണ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് പറഞ്ഞതാണ്. കുടുംബ വീട്ടിലേക്ക് എന്നെ കയറ്റാൻ വിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങാടി പിള്ളേരെ കൊണ്ട് അതാ തെരന്റെ വാലുകൊണ്ട് അടിച്ച് നാട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്ന് പറഞ്ഞ ത്വായിഫിലെ ജനങ്ങളുണ്ടല്ലോ, ആ ജനങ്ങള് അങ്ങാടി പിള്ളേരെ കൊണ്ട് അതാ കല്ലുകൊണ്ട് എറിയാൻ പറയുകയാണ്. ചെറിയ മക്കൾക്കറിയോ നബി തങ്ങൾ ആരാണെന്നറിയോ? അന്നേതാവിന്റെ മഹത്വം അറിയോ? അന്നേതാവിനെ കല്ലെടുത്തെറിയുകയാണ്. നബി തങ്ങൾ പറയുന്നു, സ്വഹാബാ, മക്കളെറിയുന്ന കല്ലുകൾ എന്റെ തലയിൽ വന്ന് പതിയുകയാണ്, എന്റെ നെഞ്ചിൽ വന്ന് പതിയുകയാണ്, എന്റെ കാലിൽ വന്ന് പതിയുകയാണ്. അതിൽ ഒരു കല്ല് എന്റെ ഞെരിയാണിയിൽ പതിഞ്ഞപ്പോൾ എന്റെ കാല് വല്ലാതെ വേദനിച്ചു. ഒരു അടി പോലും പിന്നെ മുന്നോട്ട് വെക്കാൻ സാധിക്കാതെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ, ആ ഇരുന്നത് ഒരു പാറക്കല്ലിന്റെ മേലെയാണ്. ആ പാറക്കല്ലിൽ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് നടക്കാൻ സാധിക്കുന്നില്ല. എന്റെ കാല് വല്ലാതെ വേദനിച്ചു പോയി, എന്റെ ശരീരം വല്ലാതെ വേദനിച്ചു പോയി. ആ സമയത്താണ് ശത്രുക്കൾ പിന്നാമ്പുറത്തുകൂടെ വന്നിട്ട് മലമുകളിൽ നിന്ന് വലിയൊരു പാറക്കല്ല് ഞാൻ ഇരിക്കുന്ന എന്റെ തലയുടെ മുകളിലേക്ക് വലിയ പാറക്കല്ലിട്ടപ്പോൾ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്നു വന്നുകൊണ്ട് ആ പാറക്കല്ല് തടഞ്ഞു നിർത്തുകയാണ്. ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, ഹജ്ജിന് പോയവര് ത്വായിഫിൽ പോകാറില്ലയോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ മഖ്ബറ ത്വായിഫിലല്ലയോ? ആ ത്വായിഫിൽ പോകുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിലേക്ക് ശത്രുക്കൾ വലിച്ചിട്ട വലിയ പാറക്കല്ല് അത്ഭുതാഭിതം വതാ നിലനിൽക്കുന്നത് ഇന്നും കാണാമല്ലോ. ജിബ്രീൽ താങ്ങി നിർത്തിയ കല്ല് അപ്പടി തന്നെ ഇന്നുമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവസാനം എനിക്ക് ത്വായിഫിൽ നിന്ന് മടങ്ങേണ്ടി വന്നു. സ്വഹാബാ, മക്കത്തേക്ക് എന്റെ നാട്ടിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചപ്പോ വിവരം കിട്ടിപ്പോയി മക്കയിലേക്ക് വരാൻ പാടില്ല, മക്കയിൽ വന്നാൽ വധിച്ചു കളയും, ഞങ്ങൾ കൊന്നുകളയുമെന്ന വാർത്തയാണ് എനിക്ക് കിട്ടുന്നത്. അവസാനം ത്വായിഫിൽ നിന്ന് പിറന്ന മക്കയിലേക്ക് വരാൻ സാധിക്കാതെ വന്നപ്പോ ജിയറാനയിൽ ഞാൻ പോയി താമസിക്കേണ്ടി വന്നു. 10-13 ദിവസം ജിയറാനയിൽ താമസിക്കേണ്ടി വന്നു. ജിയറാനയിൽ നിന്ന് മിത്അം ഇബ്നു അദി എന്ന് പറയുന്ന മക്കയിൽ തന്നെ വലിയ പൗരപ്രമുഖനായ ഒരു മനുഷ്യന്റെ സഹായത്തോടുകൂടെ ഞാൻ പിന്നീട് 13 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ എന്റെ മക്കയിലേക്ക് വന്നത്. സ്വഹാബാ, ലാ അസ്അലുക്കും അലൈഹി അജ്റാ, ഞാൻ ഈ സഹിച്ചതിന് പകരമായി നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല.
ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ കഴുത്തിലേക്ക് ചീഞ്ഞു നാറിയ കുടൽമാല ചാർത്തിയപ്പോ സുജൂദിൽ നിന്ന് തല പൊക്കാൻ കഴിയാതെ വന്നപ്പോ ചാർത്തിയത് ആരാണ്? മക്കയിലെ വലിയ വലിയ കുബേരന്മാര്, കുചേരന്മാര്, വലിയ തറവാട്ടുകാര് വന്നിട്ട് എന്റെ ഞാൻ സുജൂദിൽ കിടക്കുമ്പോ എന്റെ തലയിലേക്ക് ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ ചാർത്തിയപ്പോൾ ഒരാൾക്കും വന്ന് ആ കുടൽമാല എടുത്തു മാറ്റാൻ സാധിക്കാതെ വന്നപ്പോ ചെറിയ മകളായ എന്റെ പൊന്നു ഫാത്തിമ പതുക്കെ പതുക്കെ വന്നിട്ട് എന്റെ ഉപ്പാന്റെ കഴുത്തിൽ ആരാണടാ കുടൽമാല ചാർത്തിയത് എന്ന് പറഞ്ഞ് ആ ചെറിയ കുരുന്ന് കൈകളെ കൊണ്ട് ആ കുടൽമാല ചാർത്തിയപ്പോൾ എടുത്തു മാറ്റിയപ്പോൾ മാത്രമല്ലയോ എനിക്ക് തലപൊക്കാൻ സാധിച്ചത് സ്വഹാബ. ആളുകളുടെ ഇടയിൽ ഞാൻ അല്പം പ്രയാസപ്പെട്ട് വിഷമിച്ച് തലപൊക്കാൻ കഴിയാതെ കിടന്നതിന് പകരം, ശത്രുക്കൾ എന്നെ ആക്രമിച്ചതിന് പകരം ലാ അസ്അലുക്കും അലൈഹി അജ്റാ, അതിന് കൂലിയായി ഞാൻ നിങ്ങളോട് ഒന്നും ചോദിക്കുന്നില്ല. ഉഹദ് യുദ്ധത്തിൽ അടരാടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ മുൻപല്ല് പൊട്ടിയപ്പോ ആ മുൻപല്ല് പൊട്ടിയതിന് പകരമായി ലാ അസ്അലുക്കും അലൈഹി അജ്റാ, ഉഹദ് യുദ്ധത്തിൽ എന്റെ ചെറുവിരലിന് പരിക്ക് പറ്റിയിട്ട് അതാ ഹൽ അൻതി ഇല്ലാ ഇസ്ബഇൻ തമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. ഓ വിരലേ, അപകടം പറ്റിപ്പോയല്ലേ, അള്ളാന്റെ മാർഗത്തിൽ അടരാടിയപ്പോ പറ്റിപ്പോയതല്ലേ, ഒന്ന് ക്ഷമിച്ചുകൂടെ? അന്ന് ഞാൻ എന്റെ ഈ വിരലിനോട് ചോദിച്ച ചോദ്യമാണ് ലാ അസ്അലുക്കും അലൈഹി അജ്റാ, കൂലിയായി ഞാൻ നിങ്ങളോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല. നബി തങ്ങൾ വഫാത്തിന്റെ തലേ ദിവസം സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബ പരമ്പരയിൽ പിറക്കുന്ന എന്റെ മക്കളെ ബഹുമാനിക്കണമെന്നല്ലാതെ, അവരാദരിക്കണമെന്നല്ലാതെ ഞാൻ നിങ്ങളോട് കൂലിയായി ഒന്നും ആവശ്യപ്പെടുന്നില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ മക്കളങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ എന്ന നിലക്കല്ല ഞാനാ പറയുന്നത്. ഖുൽ, അല്ലാഹു പറയാൻ വേണ്ടി പറഞ്ഞതാണ് സ്വഹാബാക്കളെ. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റാ, ഈ ദീനി പ്രബോധനത്തിന്റെ വീതിയിൽ ഞാൻ സഹിച്ച ത്യാഗത്തിന് പകരമായി നിങ്ങളൊന്നും എനിക്ക് ചെയ്യണ്ട. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ മക്കളായ തങ്ങന്മാരെ ബഹുമാനിക്കണമെന്നല്ലാതെ, അവരെ സ്നേഹിക്കണമെന്നല്ലാതെ എനിക്ക് നിങ്ങളോട് കൂലിയായി മറ്റൊന്നും ആവശ്യപ്പെടാനില്ല. അല്ലാഹു പറയാൻ വേണ്ടി പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, എന്റെ കുടുംബക്കാരായ തങ്ങന്മാരുണ്ടല്ലോ, ആ തങ്ങന്മാര് കസഫീനത്തി നൂഹ്, അവര് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പല് പോലെയാണ്
എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് മനസ്സിലായി? സുബ്ഹാനല്ലാഹ്, ആദ്യത്തെ വാഹനം കപ്പലാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ നിർമ്മിച്ച കപ്പല്, അത്യാധുനിക സംവിധാനങ്ങളില്ലാത്ത കപ്പല്, എങ്കിലും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം നിർമ്മിച്ച കപ്പല്. ആ കപ്പലിനോടാണ് തങ്ങന്മാരെ അല്ലാഹുവിന്റെ റസൂൽ ഉപമിച്ചത്. കസഫീന, അവര് കപ്പല് പോലെയാണ്. എന്താണ് കാര്യമെന്നറിയോ? കാളവണ്ടികളുണ്ടായിരുന്നു, മറ്റു പല വണ്ടികളും ഉണ്ടായിരുന്നു. കാലവണ്ടികൾ കാലഹരണപ്പെട്ടുപോയ വണ്ടികളാണ്. പക്ഷേ കപ്പലോ കാലഹരണപ്പെടുകയില്ല. ഏത് രാഷ്ട്രത്തിലും വലിയ ബഹുമാനത്തോടെ മോടി പിടിപ്പിച്ച് വലിയ ആദരവോടെ കൊണ്ട് നടക്കുന്നതാണ് കപ്പല്. ഏത് രാഷ്ട്രത്തിനാ കപ്പലില്ലാത്തത്? അലക്ഷ്യമായൊരു കപ്പലുമില്ല. എല്ലാ രാഷ്ട്രവും അതാ സർവ പ്രൗഢിയോടെ, സർവ ഭംഗിയോടെ, സർവ തലയെടുപ്പോടെ കപ്പലിനെ സംവിധാനിച്ചു വരുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ മക്കളാകുന്ന തങ്ങന്മാർ കാലഹരണപ്പെടുകയില്ല. അവര് കപ്പല് പോലെയാണ്. എല്ലാ കാലത്തും അവർ മോടിയുള്ളവരാണ്, എല്ലാ കാലത്തും അവർ ആദരവുള്ളവരാണ്, എല്ലാ കാലത്തും അവർ ശ്രദ്ധിക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, അതാ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ ഒരു വിമാനം പാറിപ്പറക്കുകയാണ്. 12 കിലോ 12 മണിക്കൂറും 13 മണിക്കൂറും നോൺ സ്റ്റോപ്പായി പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനം. ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടപ്പോൾ രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി ആ സമയത്ത് അമേരിക്കയിൽ പഠിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പിതാവിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. 24 മണിക്കൂർ നോൺ സ്റ്റോപ്പായ വിമാനത്തിൽ പറന്നുകൊണ്ടാ മുഅ്മിനീങ്ങളെ ഇന്ത്യയിലേക്ക് പറന്നെത്തുന്നത്. 24 മണിക്കൂറിനിടയിൽ ആ വിമാനം മറ്റൊരു സ്ഥലത്തിൽ ലാൻഡ് ചെയ്തിട്ടില്ല, മറ്റൊരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടില്ല. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ 12, 13, 14 മണിക്കൂറുകൾ നോൺ സ്റ്റോപ്പായി പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതാ പൈലറ്റിന്റെ മുന്നിലേക്കൊരു സന്ദേശം എത്തുകയാണ്. വിമാനത്തിനെന്തോ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്, വിമാനത്തിനെന്തോ അപകടം പറ്റിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ലാൻഡ് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ അപകടമാണ്. 500-600 യാത്രക്കാർ വിമാനത്തിലുണ്ട്, അവരുടെ ജീവൻ വിലപ്പെട്ടതാണ്. വളരെ പെട്ടെന്ന് ലാൻഡ് ചെയ്യണം എന്ന സന്ദേശം വിമാനം പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈലറ്റ് സന്ദേശം ലഭിക്കുമ്പോൾ പൈലറ്റ് ചെയ്യുന്ന പണി എന്താണെന്നറിയോ? അതാ കടലിലേക്ക് പൈലറ്റ് ആ വിമാനം ഇറക്കൂല. പൈലറ്റ് ചെയ്യുന്ന പണി എന്താണ്? പൈലറ്റിന്റെ മുന്നിലുള്ള മറ്റു ഉപകരണങ്ങളിലൂടെ, സാമഗ്രികളിലൂടെ അതാ സമുദ്രത്തിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളുണ്ടോ, സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകളുണ്ടോ എന്നാണ് നോക്കുന്നത്. ഓരോ കപ്പലുകളിലും പ്രത്യേകമായ കൊടികളുണ്ട്. അത് ഏത് രാജ്യത്തിന്റെ കപ്പലാണെന്ന് പൈലറ്റിന് മനസ്സിലാവുകയാണ്. ആ കപ്പലുമായി അതാ ഈ പൈലറ്റ് കപ്പിത്താനുമായി ബന്ധപ്പെടുകയാണ്. അതിന് സംവിധാനങ്ങളുള്ള കപ്പലുകൾ, അതാ പൈലറ്റാണ്, സംവിധാനമുള്ള വിമാനമാണ്. അതാ കപ്പിത്താനിന് സന്ദേശം കൊടുത്തു, ഞാനിതാ ഇത്ര കിലോമീറ്റർ
മുകളിലാണ്. ഞാൻ പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ വിമാനം അപകടത്തിലാണ്. വളരെ പെട്ടെന്ന് ലാൻഡ് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ അപകടമാണെന്ന് അതാ കപ്പിത്താൻ വിവരം കൊടുക്കുമ്പോൾ ആ വലിയ വിമാനം ഇടിച്ചിറക്കാൻ, അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ കപ്പിത്താന് അനുമതി കൊടുക്കുകയാണ്. പൈലറ്റിന് അനുമതി കിട്ടലോടുകൂടെ സുബ്ഹാനല്ലാഹ് ആ കപ്പലിന്റെ മേൽക്കൂരയിലേക്ക് ആ വിമാനം വന്ന് ഇറങ്ങുകയാണ്. നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ്. സുബ്ഹാനല്ലാഹ് അതാ അഹ്ലു ബൈത്തി കസഫീനത്തിനോ, എന്റെ കുടുംബക്കാരായ എന്റെ മക്കളുണ്ടല്ലോ, എന്റെ മക്കളാകുന്ന തങ്ങന്മാരുണ്ടല്ലോ, അവര് കപ്പല് പോലെയാ. നിങ്ങൾക്ക് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും, നിങ്ങൾക്ക് എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടായാലും, നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട് വന്നാലും, ആ ബുദ്ധിമുട്ടുകളൊക്കെ, പ്രയാസങ്ങളൊക്കെ, പ്രതിസന്ധികളൊക്കെ ഇറക്കി വെക്കാനുള്ള കേന്ദ്രങ്ങളാ. അങ്ങനെ പ്രയാസങ്ങൾ ഇറക്കി വെക്കുമ്പോ ആ കപ്പല് അടിയുലയൂല, ആ കപ്പല് പൊട്ടിപ്പൊളിയൂല. നിങ്ങളെ പ്രയാസങ്ങളെ വഹിക്കാൻ, നിങ്ങളെ പ്രയാസങ്ങളെ ക്ഷമിക്കാൻ, നിങ്ങളെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരാൻ എന്റെ മക്കളാകുന്ന തങ്ങന്മാരെ കൊണ്ട് കഴിയും. അഹ്ലു ബൈത്തി കസഫീനത്തിനോ. മനസ്സിലാക്കാൻ ധാരാളമുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരൊറ്റ വാക്കും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാ. എന്നാൽ ഈ കപ്പല് അങ്ങനെയുള്ള കപ്പല് മാത്രമല്ല. സുബ്ഹാനല്ലാഹ്, അമേരിക്കക്ക് പണ്ടൊരു കപ്പലുണ്ടായിരുന്നു. ആ കപ്പലിന്റെ പേര് യമണ്ടൻ എന്നാണ്. യമണ്ടൻ എന്ന പേരുള്ള കപ്പല് സുബ്ഹാനല്ലാഹ് യുദ്ധക്കപ്പലാണ്. ആരെങ്കിലും ചൊറിയാൻ വന്നാൽ ആ കപ്പല് പിന്നെ വെറുതെ ഇരിക്കൂല. ആ കപ്പലിൽ നിന്ന് പിന്നെ ബോംബേറുകളാണ്, പിന്നെ പീരങ്കികളാണ്. സുബ്ഹാനല്ലാഹ്, ചൊറിയാൻ വന്നവർക്ക് പിന്നൊരു രക്ഷയും ഉണ്ടാവുകയില്ല. അഹ്ലു ബൈത്തി കസഫീനത്തിനോ. ഗതാഗതത്തിന് പറ്റിയ വാഹനം മാത്രമല്ലല്ലോ കപ്പല്, ചരക്കുകൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ കപ്പല്, യുദ്ധക്കപ്പലുമുണ്ടല്ലോ. ആ യുദ്ധക്കപ്പലാണ് യമണ്ടൻ എന്ന കപ്പല്. സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും രാജ്യത്ത് പോയി നങ്കൂരമിട്ടാൽ സമീപത്ത് താമസിക്കുന്നവർക്ക് പേടിയാണ്. അതിനെ ബഹുമാനിക്കും പോലെ ബഹുമാനിച്ചേക്കണം, അതിനാദരിക്കും പോലെ ആദരിച്ചേക്കണം. ആദരിക്കാതെ ചൊറിയാമെന്നാൽ, അതിനെ വേട്ടയാടാമെന്നാൽ ആ കപ്പല് പിന്നെ നോക്കി നിൽക്കൂല. ആ കപ്പല് പിന്നെ സുബ്ഹാനല്ലാഹ് അതിൽ നിന്ന് അതാ എന്തെല്ലാമാണ്, പീരങ്കികളാണ്, ബോംബുകളാണ്. ഇവിടെയാണ് ബഹുമാനികളെ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ആ അഹ്ലു ബൈത്തിൽ പെട്ട ആളാണ്. റിഫായി ശൈഖ് അഹ്ലു ബൈത്തിൽ പെട്ട ആളാണ്. താജുൽ ഉലമാ അഹ്ലു ബൈത്തിൽ പെട്ട ആളാണ്. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അഹ്ലു ബൈത്തിൽ പെട്ട ആളാണ്. ഈ ഇരിക്കുന്ന തങ്ങന്മാര് അഹ്ലു ബൈത്തിൽ പെട്ട ആളാണ്. അഹ്ലു ബൈത്തിൽ പെട്ട ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത്, എന്നോട് വാക്കുകൾ പൊയ്യെന്ന് ചൊല്ലുകി അപ്പോഴേ കൊല്ലുന്ന നഞ്ഞി ഞാനെന്നോവർ അവരുടെ ദീനേയും പിന്നെ ദുനിയാവേ
തന്നെയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ. യുദ്ധക്കപ്പലായ സമയം ചിലപ്പോൾ അങ്ങനെ ആകാറുണ്ട്. തങ്ങന്മാര് ചിലപ്പോൾ യുദ്ധക്കപ്പലാകാറുണ്ട്. വേട്ടയാടാമെന്നാൽ അവര് വിടൂല. അവരുടെ ദീനേയും പിന്നെ ദുനിയാവേയും ആഖിറം തന്നെയും പോക്കും ആദന്നോവർ. ആ കുടുംബ പരമ്പരയിൽ പിറന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സൈഫുല്ലാഹ് അൽ ബുഖാരി തങ്ങളുടെ ഉപ്പാപ്പയായ താജുൽ ഉലമയെ അറിയാത്തവരുണ്ടോ? കേൾക്കാത്തവരുണ്ടോ? ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അതാ ഒരു സ്റ്റേജിലേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്, ഒരാള് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇരിക്കടാ എന്ന് പറയുന്നു. താജുൽ ഉലമ വന്നത് പരിഗണിക്കാതെ പ്രായമുള്ള മഹാസയ്യിദിന് കുറെ സമയം ഇരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പ്രസംഗിക്കുന്നയാളോട് നിർത്തടാ എന്ന് പറയുന്നു. ആ സമയത്ത് ഇരിക്കടാ എന്ന് പറയുന്നു. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഇരിക്കൂല. ധിക്കാരത്തിന്റെ മറുപടി പറഞ്ഞു. അപ്പോൾ താജുൽ ഉലമ പറഞ്ഞു, എന്നാൽ നിൽക്കടാ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, സദസ്സ് പിരിഞ്ഞിട്ടും അയാൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ഇരിക്കടാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇരിക്കൂലെന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ നിൽക്കടാന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന് പിന്നെ ഇരിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ കണ്ടതാണ്, നമ്മൾ അറിഞ്ഞതാ. വേട്ടയാടാൻ വരണ്ട, കൊച്ചാക്കാൻ വരണ്ട. അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ് ഫബിഹുബ്ബിഹിം അഹബ്ബഹും. ആ തങ്ങന്മാരോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം അത് എനിക്ക് ചെയ്യുന്ന വോട്ടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങന്മാരോട് നിങ്ങൾ കാണിക്കുന്ന ബഹുമാനം അത് എന്നോടുള്ള ബഹുമാനമാണ്. ഒരു സയ്യിദിനെയും നിസ്സാരപ്പെടുത്തിക്കൂടാ, ഒരു സയ്യിദിനെയും നമ്മൾ കൊച്ചാക്കിക്കൂടാ. നമ്മൾ എല്ലാ സയ്യിദന്മാരെയും ബഹുമാനിക്കണമെന്ന് പറയുന്ന കൂട്ടത്തിലാണ്. സയ്യിദ് സഹൽ തങ്ങളെ ബഹുമാനിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ ബഹുമാനിച്ചവരാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി തങ്ങളെ ബഹുമാനിക്കേണ്ടതാണ്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്. ഒരാളെയും നിസ്സാരപ്പെടുത്തിക്കൂടാ, ഒരാളെയും നിന്ദിച്ചുകൂടാ. ഫബിഹുബ്ബിഹിം അഹബ്ബഹും ഫബിഹുബ്ബി അഹബ്ബഹും. നിങ്ങൾ അവരോട് കാണിക്കുന്ന സ്നേഹം അത് എന്നോട് കാണിക്കുന്ന സ്നേഹമാണ്. വമൻ അഗ്ളബഹും, അവരോട് വെറുപ്പ് കാണിച്ചാലോ വഇയ്യായ, അത് എന്നോട് വെറുപ്പ് കാണിക്കലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ തലേ ദിവസം സ്വഹാബാക്കളെ വിളിച്ചു പറഞ്ഞ ഉപദേശം, എന്റെ തങ്ങന്മാരാകുന്ന മക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നല്ലാതെ പകരമായി ഞാൻ നിങ്ങളോടൊന്നും ആവശ്യപ്പെടുന്നില്ല എന്നൊരു സന്ദേശം ഈ സദസ്സിൽ, ഈ പ്രധാനപ്പെട്ട മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ സാക്ഷി നിർത്തി, ബഹുമാനപ്പെട്ട ഉലമാക്കളെ സാക്ഷി നിർത്തി ഈ മുതബറക്കായ മജ്‌ലിസിൽ ഒരു സന്ദേശമായി എന്നോടും നിങ്ങളോടും കൈമാറി. ആരൊക്കെന്ത് പറഞ്ഞാലും അതിലേക്കൊന്നും തല കൊടുക്കാതെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് പാറ പോലെ ഉറച്ചു നിൽക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ എന്ന ഖുർആൻ വാക്യത്തോടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. അല്ലാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ പ്രദേശത്ത് നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അല്ലാഹു തആല വിദേശത്തും മറ്റും അധ്വാനിക്കുന്നവർ നമ്മുടെ മഹത്തായ പരിപാടിയിൽ വരാൻ സാധിക്കാതെ പ്രവാസി സുഹൃത്തുക്കളായ ധാരാളം ആളുകൾ യൂട്യൂബ് മുഖേന നമ്മുടെ ഈ സംവിധാനങ്ങളിലൂടെ എല്ലാം വീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്കും വലിയ ബറക്കത്തും വലിയ ഖൈറും സന്തോഷവും നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.